ഇന്ന് ജൂൺ 9 ഈ ആഴ്ച OTT റിലീസ് ആകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഇതിനോടകം തന്നെ OTT റിലീസ് ആയ ഡിയർ ഡാഡി എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോഴത്തെ തെലുഗു ഭാഷയിൽ മാത്രം ETV വിൻ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിരിക്കുകയാണ്. രണ്ടാമത്തേത് ഡിറ്റക്റ്റീവ് ഷെർദിൽ എന്നൊരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. C5ന്റെ ഡയറക്ട് OTT സിനിമ ഈ ആഴ്ച ജൂൺ 13 OTT റിലീസ് ആകുമെന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. തമിഴിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് 11. ചിത്രവും ഈ ആഴ്ച OTT റിലീസ് ആകും. തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ജൂൺ 13 സിനിമ OTT റിലീസ് ആകുന്നതാണ്. ദി പ്രോസിക്യൂട്ടർ എന്നൊരു വിദേശ സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ആകുന്നു. ഈ വിദേശ രാജ്യ ചിത്രം ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. നടി സമന്ത നിർമ്മിച്ച ഒരു തെലുഗു സിനിമയാണ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ശുഭം. ചിത്രവും ഈ ആഴ്ച ജൂൺ 13 ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ആകുന്നതാണ്. പടക്കളം എന്ന സിനിമ നേരത്തെ മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. സുരാജ്, ഷറഫുദ്ദീൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ മികച്ച കളക്ഷനും നേടിയെടുത്ത സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ജൂൺ 10 അതായത് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ OTT റിലീസ് ആകുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ആകുന്നതാണ്. ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയാണല്ലോ കേസരി ചാപ്റ്റർ 2. അക്ഷയ് കുമാർ നായകനായി എത്തിയ സിനിമ ഈ ആഴ്ച ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകുമെന്നൊരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ജൂൺ 13 ഹിന്ദി സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആകുക. ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. അവസാനത്തേത് ആലപ്പുഴ ജിംഖാന എന്ന ഒരുപാട് മലയാളികൾ കാത്തിരിക്കുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഈ ആഴ്ച OTT റിലീസ് ആകുകയാണ്. സോൺ ലിവിലൂടെ ജൂൺ 13 സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പക്ഷെ പതിവ് സോൺ ലിവിന്റെ സിനിമകളുടെ അതേ രീതിയിൽ ഒരു ദിവസം മുന്നേ ജൂൺ 12 തന്നെ സിനിമയും OTT ലഭ്യമാകുന്നതാണ്. അപ്പോൾ കാത്തിരിക്കുക കൂടുതൽ OTT വാർത്തകൾക്ക്.